ഹരി ഓം നമസ്കാരം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂബലസാരഭക്ഷിതോ ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഭഗവാനെ ഹരി ഓം. ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം. സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഭാഗവത പഠനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഭാഗവത പഠനത്തിൽ കഴിഞ്ഞ ഭാഗവതത്തെക്കുറിച്ച് ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ ആമുഖമായിട്ട് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഭാഗവതത്തിൻ്റെ ശാസ്ത്രനിർണയത്തിനുള്ള ഉപാധികൾ ഏതൊക്കെയാണെന്നും ഭാഗവത ഒരു ശാസ്ത്രഗ്രന്ഥമാണെന്ന് ജ്ഞാനികളായ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നും ഒക്കെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഈ ഭാഗവതത്തിൻ്റെ വിഷയം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊരു ഗ്രന്ഥത്തിനും ഒരു സബ്ജക്റ്റ് ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ വിഷയം എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഭാഗവതത്തിൻ്റെ വിഷയം എന്ത് എന്ന് ചോദിച്ചാൽ പരമപ്രധാനമായി, അതായത് ജീവബ്രഹ്മത്തിൻ്റെ ഏകതയെ പ്രകടിപ്പിക്കുന്നതാണ് ഭാഗവതത്തിൻ്റെ വിഷയം. അപ്പം ജീവനും ബ്രഹ്മവും തമ്മിലുള്ള ആ ഏകത്വം, അതായത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഏകത്വം എന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ആ അവസ്ഥയെ, ആ തലത്തെ പ്രകടിപ്പിക്കുന്നതാണ് ഭാഗവതത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഭാഗവതം 7 ദിവസമായിട്ട് പരീക്ഷത്തിനെ ശുകബ്രഹ്മർഷി കേൾപ്പിച്ചപ്പോൾ ആ 7 ദിവസങ്ങളിലായി കേൾപ്പിച്ച പ്രബന്ധങ്ങളുടെ തലത്തെ നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ 1-ാം ദിവസം ഭാഗവതം പരീക്ഷത്തിനെ കേൾപ്പിച്ച് ആ 1-ാം ദിവസത്തെ പകലിൻ്റെ അവസാനമായപ്പോഴേക്കും കപിലോപാഖ്യാനം വരെയുള്ള പ്രബന്ധങ്ങൾ, അതായത് പരീക്ഷത്തിനെ ശുകബ്രഹ്മർഷി കേൾപ്പിച്ചിരുന്നു എന്നാണ്. അപ്പം ആ കപിലോപാഖ്യാനത്തിലേക്ക് വരുമ്പം ജീവൻ്റെ നിത്യാനിത്യം എന്ന് പറയുന്ന അവസ്ഥയും ജഡജീവന്മാരുടെ ജഡത്തിൻ്റെയും ജീവൻ്റെയും തലങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതാണ് കപിലോപാഖ്യാനം വരെയുള്ള പ്രബന്ധങ്ങൾ. അപ്പോൾ അത് ആ വിഷയം കൃത്യമായി അവതരിപ്പിച്ചിരിക്കുന്നു. 2-ാം ദിവസം നമ്മൾ നോക്കുമ്പോൾ അജാമളോപാഖ്യാനം വരെയുള്ള പ്രബന്ധങ്ങളാണ്. അത് ആ അജാമളോപാഖ്യാനം വരെയുള്ള പ്രബന്ധങ്ങൾ, അതായത് പരമപ്രധാനമായി ജഡഭരതൻ്റെ കഥയാണ്. ജഡഭരതൻ്റെ കഥ വരെയാണ് സൂചിപ്പിക്കുന്നത്, അജാമോക്ഷം ജഡഭരതൻ്റെ കഥ. അപ്പോൾ ഈ കഥയിലേക്ക് എത്തുമ്പം അവിടെ മനസ്സിൻ്റെ ഏതായ വൈരാഗ്യം, ജ്ഞാനം, വിഷയവിരക്തി, ഇതിനെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് 2-ാം ദിവസത്തെ ഭൂമിയിലേക്ക് കഥ അവസാനിക്കുന്നത്. 3-ാം ദിവസം ആകുമ്പോഴേക്കും പ്രഹ്ലാദ ചരിത്രം, ഭക്തിയുടെ പരമോന്നതമായിരിക്കുന്ന തലം. അപ്പം ജ്ഞാനവൈരാഗ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഭക്തിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഭക്തിയിലൂടെയാണ് ശ്രവണവും കീർത്തനം, സ്മരണം തുടങ്ങിയിട്ടുള്ള നവാംഗങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രഹ്ലാദ ചരിത്രം വരുന്നത്. 4-ാം ദിവസം ആകുമ്പോഴത്തേക്ക്, അതായത് ഭഗവാന്റെ കൃഷ്ണാവതാരമാണ്. ആ ശ്രീകൃഷ്ണ അവതാരം, പരമമായിരിക്കുന്ന ഭഗവാന്റെ അവതാരത്തിലേക്ക് എത്തുമ്പോൾ, ഇപ്പോൾ അവതാര സങ്കല്പങ്ങളെന്ന് പറയുമ്പോൾ തന്നെ ഭാഗവതത്തിൽ 22 അവതാരങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് പൂർണ്ണ അവതാരം ആകുന്ന ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാരം വരെയുള്ള പ്രബന്ധങ്ങൾ. അവതാര സങ്കല്പത്തെക്കുറിച്ച് പറയുമ്പോൾ അവതാരങ്ങൾ പ്രധാനമായിട്ട് 5 വിധത്തിലുണ്ട് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് അംശാവതാരമെന്നും അംശാവതാരമെന്നും കലാവതാരമെന്നും പൂർണ്ണാവതാരമെന്നും പരിപൂർണ അവതാരമെന്നുമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 4-ാം ദിവസം ആകുമ്പോഴത്തേക്കും ഭഗവാൻ നമ്മളിലേക്ക് ഇറങ്ങി വരിക, അതായത് വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചു എന്ന് കഥ പറയുമ്പോൾ, അതായത് ജീവൻ്റെ സാത്വികമായ സ്വരൂപം. അപ്പം വസു എന്ന് പറയുമ്പോൾ ജീവനെന്നും ദേവശബ്ദം കൊണ്ട് സത്വഗുണ സ്വരൂപമായിരിക്കുന്ന ചൈതന്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു എന്നാണ്. അപ്പം സത്വഗുണസ്വരൂപമായിരിക്കുന്ന ജീവനിലേക്കും സത്വഗുണസ്വരൂപമായിരിക്കുന്ന മനസ്സെന്ന ദേവകിയിലേക്കും ഭഗവാൻ അവതരിക്കുന്നു എന്നാണ് വസുദേവരിലും ദേവകിയിലും ഭഗവാൻ അവതരിച്ചു എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ 4-ാം ദിവസം കൊണ്ട് അപ്പോൾ ഭഗവാന്റെ അവതാരം, ഓരോ
മനുഷ്യ മനസ്സിലേക്ക്, ഓരോ ജീവനിലേക്കും ഭഗവാൻ എങ്ങനെയാണ് ഇറങ്ങി വരുന്നത് എന്ന്. 5-ാം ദിവസമാകുമ്പോഴേക്കും അവിടെ രുക്മിണീ സ്വയംവരം എന്ന് പറയുന്ന തലമാണ്. അപ്പം 5-ാം ദിവസം ആത്മാനുഭൂതിയാണ്. ആ മനസ്സിൻ്റെ ആത്മാനുഭൂതി, അതായത് രുക്മിണി ഈ വിവാഹം എന്ന് പറയുമ്പോൾ ജീവൻ പരമാത്മാവിൽ ചേരുന്ന യോഗാവസ്ഥയാണ്. അപ്പോൾ ജീവൻ്റെ ആത്മാനുഭൂതിയാണത് ആ രുക്മിണീ സ്വയംവരം. അപ്പോൾ 6-ാം ദിവസത്തേക്ക് വരുമ്പോൾ പദാർത്ഥഭാവിനി എന്നാണ് സൂചിപ്പിക്കുക. അപ്പോൾ അതായത് ദത്താത്രേയൻ മഹർഷി യദുരാജന് നൽകുന്ന ദിവ്യമായിരിക്കുന്ന ആത്മജ്ഞാനം, ആത്മോപദേശം. 7-ാം ദിവസം ജീവൻ്റെ മുക്താവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയിലാണ് ഭാഗവതത്തിൻ്റെ വിഷയാവതരണം എന്നതുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ജീവൻ്റെ മുക്താവസ്ഥയെ പ്രകടമാക്കുവാൻ, ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്നുള്ള തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഭാഗവതത്തിൽ വിഷയാവതരണം നടത്തിയിരിക്കുന്നത് വ്യാസഭഗവാൻ. ഹരി ഓം. അതുകൊണ്ട് തുടർന്ന് നമുക്ക് ഭാഗവതം പ്രഥമസ്കന്ധം മുതൽ ഓരോ അധ്യായങ്ങളെ എടുത്ത് ആ അധ്യായത്തിൻ്റെ ആധ്യാത്മികമായിരിക്കുന്ന തത്വങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഗുരുവായൂരപ്പൻ. എൻ്റെ ഈ ചാനൽ കാണുന്ന സജ്ജനങ്ങൾ ഇത് ആഗ്രഹമുള്ള മറ്റുള്ളവർക്ക് കൂടി കാണാൻ സാധിക്കുന്നതിന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. ഹരി ഓം. ഹരി ഓം.